ഈ സെക്കൻഡ് മൊഡ്യൂളിലെ മൂന്നാമത്തെ സെക്ഷനാണ്. ഹെഡിങ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നോട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഈ ടൈപ്പ് ഒരു പ്രോബ്ലം എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് ആംഗിൾ ഓഫ് എലവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്താണ്. അപ്പം നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനൊരു വെർട്ടിക്കൽ ടവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിൽക്കുന്ന ഒരാൾ ടവറിൻ്റെ മുകളിലോട്ട് നോക്കുവാണ്. ഇത് നമ്മുടെ ഒരു ടവർ, ഒരു വെർട്ടിക്കൽ ടവർ. ഇവിടെ ഈ വെർട്ടിക്കൽ ടവറിന് നമ്മൾ എ ബി എന്ന് വിളിക്കാം, എ ബി. എന്നിട്ട് സി എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരാൾ ടവറിൻ്റെ മുകളിലോട്ട് നോക്കുവാണ്. അപ്പം ഈ ഒരു ഇവിടെ നിന്ന് നോക്കുന്നയാളുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എ സി എന്നുള്ള ലൈനായിരിക്കും. സി നിൽക്കുന്നയാൾ എയിലോട്ട് നോക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് ലൈൻ ഓഫ് സൈറ്റ്. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ, അതായത് ടവർ ഇവിടെയാണ് നിൽക്കുന്നത്, ആ ടവറിൻ്റെ നേരെ അതായത് നമ്മളിങ്ങനെ ഇവിടെ ഒരു ടവർ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ടവറിൻ്റെ ബേസും നിൽക്കുന്നയാളുടെ പൊസിഷനും ഏകദേശം ഒരേ ഹൊറിസോണ്ടലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ എന്നാണ് പറയുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വെർട്ടിക്കൽ ടവർ സി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ടവറിൻ്റെ മുകളിലോട്ട് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദി ഹൊറിസോണ്ടൽ. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ടവർ സിയിൽ നിന്നുള്ള പൊസിഷനിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ ആ എയും സിയും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് പറയുന്നത്. ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സി എന്നുള്ള പൊസിഷനിൽ നിന്ന് ടവറിൻ്റെ ബേസിലോട്ടുള്ള ആ ലൈനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ലെവൽ ഗ്രൗണ്ട് തമ്മിലുള്ള ആ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ ഓഫ് എലവേഷൻ ഇവിടെ എന്താണ്, ആംഗിൾ എ സി ബി അല്ലേ, എ സി ബി ആണ് ഇവിടെ ആംഗിൾ ഓഫ് എലവേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് തിരിച്ചു വരാം. അതായത് ഒരു ടവർ എ ബി എന്നുള്ള ടവർ, ഇതിൻ്റെ മുകളിൽ ഒരാൾ ഈ ടവറിൻ്റെ അവിടെ ഒരാൾ നിന്നിട്ട് നേരെ അടിയിലോട്ട് നോക്കുക. ടവറിൻ്റെ അതായത് നമ്മൾ പൊക്കത്തിൽ നിന്ന് ഇവിടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് താഴോട്ട് നോക്കുവാണ്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾ, ഇതൊരു ടവറാണെന്ന് വിചാരിക്കുക. ഈ ടവറിൻ്റെ മണ്ടയിൽ നിന്ന് നേരെ ഇവിടെ ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പം എയിൽ അവിടെ ഒരാൾ നിൽക്കുവാണ്, ടവറിൻ്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും, ഇതാണ് നമ്മുടെ ടവർ, ഇത് ലൈൻ ഓഫ് സൈറ്റ്, ഇത് നമ്മുടെ പൊസിഷൻ സി. അപ്പം ഈ ഒരു ആംഗിൾ നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, താഴോട്ട് നമ്മൾ നോക്കുമ്പം അതിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഇനി അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആക്ച്വലി ഈ ആംഗിളും സെയിമാണ്. കാരണം ഇത് നമ്മൾ പാരലായിട്ട് എടുത്തിട്ട് ഈ ലൈൻ ഓൾട്ടർനേറ്റ് ലൈനായിട്ട് എടുത്താൽ ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനും സെയിം ആയിരിക്കും. അപ്പോൾ സിയിൽ നമ്മൾ പറയുമ്പോൾ അത് ആംഗിൾ ഓഫ് എലവേഷൻ, മുകളിലോട്ട് നോക്കുമ്പോൾ അത് ആംഗിൾ ഓഫ് എലവേഷനാണ്, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത് ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്. ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇത് ആംഗിൾ ഓഫ് എലവേഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഉള്ള പ്രോബ്ലംസ് ഒന്നെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് തന്നിരിക്കും, ഈ ആംഗിൾ തന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസോ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആംഗിൾ തന്നിട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് തന്നിട്ട് ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നത്. അപ്പം ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ ഒരു 2 പ്രാവശ്യം വായിച്ച് നോക്കുക, എന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ടവർ, നമ്മൾ അതിനെ വെർട്ടിക്കലായിട്ട് എടുക്കുന്നതിനെ ടവർ എന്ന് വിളിക്കുന്നു. ടവറിൻ്റെ ബേസിൽ നിന്ന് ആൾ നിൽക്കുന്ന പൊസിഷനിലോട്ടുള്ളതിനെ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വിളിക്കുന്നു. എന്നിട്ട് എയും സിയും തമ്മിലുള്ള ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിച്ചു. ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ വരുന്നത്. അതിന് നേരെ മുകളിൽ നമ്മൾ ഇങ്ങനെ ടവർ, ഇത് സി, ഇതിങ്ങനെ, ഇത് ഹൊറിസോണ്ടലാണ്, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണേ. ഇതപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത് ആംഗിൾ ഓഫ് എലവേഷൻ. അത് നേരെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ
ഇത് സിയിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴാണ് ആംഗിൾ ഓഫ് എലവേഷൻ. എയിൽ നിന്ന് താഴോട്ട് വരുമ്പം അത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിട്ടാണ് വരുന്നത്. ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the length of the shadow of a vertical tower, the length of the shadow of a vertical tower is root 3 times its height. The length of the shadow of a vertical tower is root 3 times its height. Find the angle of elevation of the sun. Find the angle of elevation of the sun. The length of a shadow of a vertical tower is root 3 times its height. Find the angle of elevation of the sun. ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കിയേ. ദ ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ടവർ. ഇത് വെർട്ടിക്കൽ ടവറാണ്. അപ്പം അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിലല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് അല്ലേ. ഷാഡോ എന്ന് പറയുന്നത് ഇവിടെ വരും. ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ടവർ ഈസ് root 3 times its height. അപ്പോൾ ഹൈറ്റിനേക്കാൾ root 3 ടൈംസ്. ഹൈറ്റ് നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഷാഡോ root 3x ആയിരിക്കും അല്ലേ. ഹൈറ്റ് ഓഫ് ദി ടവർ നമ്മൾ എക്സ് എന്ന് എടുത്താൽ നമുക്ക് അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വെർട്ടിക്കൽ ടവർ, അതിൻ്റെ ഷാഡോ ആണ് ഇവിടെ വരുന്നത്. അത് root 3x വരും. അങ്ങനെയാണ് എങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ സൺ, അതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കാം. ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് ഇതും തമ്മിലുള്ള ഇതാണ്. അതിന് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഹൈറ്റ് ഓഫ് ദ ടവർ എക്സ് മീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ടവർ ഈസ് root 3 times its height. Find the angle of elevation of the sun എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ടവർ, അതിൻ്റെ ഹൈറ്റിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ അതിൻ്റെ ഷാഡോ വരുന്നത് ഇങ്ങോട്ടാണ്, അത് root 3x വരും. ഇത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വരും. അപ്പോൾ ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ ഒന്ന് വരയ്ക്കണേ. എന്നിട്ട് ലെറ്റ് എക്സ് ബി ദി ഹൈറ്റ് ഓഫ് ദ ടവർ. Let x be the height, x meter be the height of the tower. Let x be the height of the tower. Length of the shadow of the tower is equal to height x, shadow of the tower equal to root 3x meter. Let theta be the angle of elevation of the sun. Let theta be the angle of elevation of the sun. Let theta be the angle of elevation of the sun. Let theta be the angle of elevation of the sun. നമുക്ക് ഇവിടെ ഇത് നമ്മൾ ഈ ആംഗിളിനെ വെച്ച് പറയുവാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലറും ഇത് ബേസും അല്ലേ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ തീറ്റ ആയിട്ട് എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് പെർപെൻഡിക്കുലർ. ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കും. അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡിനെ നമ്മൾ ബേസ് എന്ന് വിളിച്ചു. ഇത് ഹൈപ്പോട്ടന്യൂസുമാണ്. അപ്പോൾ പെർപെൻഡിക്കുലറും ബേസും തമ്മിലുള്ള റേഷ്യോ എടുക്കണമെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എടുത്താൽ മതി അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കഴിഞ്ഞ ദിവസം ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ് എന്ന് പറയാമല്ലോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പോൾ നമ്മളിതിനെ എ ബി സി എന്ന് വിളിച്ചാൽ പെർപെൻഡിക്കുലർ എ ബി, ബേസ് ബി സി. അപ്പം എ ബി എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്, എക്സ് വരും. ഇത് root 3x വരും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ടവർ അതിൻ്റെ ഷാഡോ, അപ്പോൾ ടവർ എക്സ് ആണെങ്കിൽ അതിൻ്റെ root 3x ആണ് അതിൻ്റെ ഷാഡോ വരുന്നത്. അപ്പം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ് എന്നുള്ള ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് x by root 3x എന്ന് വരും. x by root 3x
വിച്ച് ഈസ് ഈക്വൽ ടു എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1/√3 എന്ന് കിട്ടി. അപ്പം ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ചിന്തിക്കണം ടാൻ തീറ്റ 1/√3 വരുന്ന ഏത് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? 30 അല്ലേ? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. കാരണം എന്താണ്? ടാൻ 30 എന്ന് പറയുന്നത് 1/√3 അല്ലേ? ടാൻ 30 1/√3 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/√3 കിട്ടി. നമ്മൾ ടേബിൾ നമ്മൾ ആംഗിൾസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പം ടാൻ 30 ഈക്വൽ ടു 1/√3. therefore ഇവിടെ ടാൻ തീറ്റ 1/√3, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയേ പറ്റുള്ളൂ. therefore ആംഗിൾ ഓഫ് അപ്പോൾ തീറ്റ 30 ഡിഗ്രി എന്ന് കിട്ടി. therefore ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ സൺ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. therefore ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ സൺ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതും കൂടെ എഴുതണേ. ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി സൺ, ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി സൺ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. അതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ഓക്കെ. Second question. The angle of elevation of the angle of elevation of the top of a tower, the angle of elevation of the top of a tower at a distance of 120 meter from its foot. The angle of elevation of the top of a tower at a distance of 120 meter from its foot on a horizontal plane is found to be 30 degree. Find the height of the tower. The angle of elevation of the top of a tower at a distance of 120 meter from its foot on a horizontal plane is found to be 30 degree. The angle of elevation of the top of a tower at a distance of 120 meter from its foot on a horizontal plane is found to be 30 degree. Find the height of the tower. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫിഗർ സ്കെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കണേ. The angle of elevation of the top of a tower at a distance of 120 meter from its foot on a horizontal plane is found to be 30 degree. Find the height of the tower. ഇതാണ് നമ്മുടെ ടവർ ആയിട്ട് എടുക്കുന്നത് അല്ലേ. ഇത് AB ആണ് നമ്മുടെ ടവർ എന്ന് വിചാരിക്കുക. The angle of elevation of the top of the tower at a distance of 120 meter from its foot. അപ്പോൾ ഇവിടെ നിന്ന് 120 മീറ്ററിൽ ഉള്ള ആംഗിൾ ഓഫ് എലവേഷൻ്റെ കാര്യം പറയുന്നത്. ഈ ആംഗിൾ ഓഫ് എലവേഷനെ പറ്റിയാണ് പറയുന്നത്. ഇത് 120 മീറ്റർ, ഫൂട്ടിൽ നിന്ന് 120 മീറ്റർ ദൂരത്തിൽ ഉള്ള ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കാം, എന്നിട്ട് ലെറ്റ് AB be the tower. Let AB be the tower. Let AB be the tower and C be the point of observation. And C mark ചെയ്യണം. And C be the point of observation. Let AB be the tower and C be the point of observation. Then BC is equal to 120 meter.
BC equal to 120 meter. Given angle of elevation is equal to 30 degree. That is, given angle of elevation is equal to 30 degree. That is, angle ACB equal to 30 degree. Given angle of elevation is equal to 30 degree. Therefore, angle ACB equal to 30 degree. ഇപ്പോൾ നമ്മൾ in triangle ABC നമ്മൾ നോക്കുവാണെങ്കിൽ 30 ഡിഗ്രിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് പെർപെൻഡിക്കുലറും ഇത് ബേസുമാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ടാൻ ആണ് എടുക്കുന്നതെങ്കിൽ സൈനോ കോസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കാൻ പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ സൈഡും മതി. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയുടെ ഹൈറ്റ്, എ സി ഇവിടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ടാൻ 30 നോക്കിയാൽ മതി. ടാൻ 30 ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി സി, പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. ഇനി ടാൻ 30യുടെ വാല്യൂ നമുക്കറിയാം, അത് 1/√3 ആണ്. നമ്മൾ ടേബിളിൽ കണ്ടതാണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. എ ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ബി സി എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, ബി സി 120, എ ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 120 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ √3. 120 വെച്ച് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120/√3 ഈസ് ഈക്വൽ ടു എ ബി, അല്ലെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 120/√3. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 69.28 മീറ്റർ എന്ന് കിട്ടും. 69.28 മീറ്റർ. 120/√3 ആണ് അത് ആൻസർ. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 69.28 മീറ്റർ. കാരണം ഇത് 120 മീറ്റർ ആണ്. അതിനെ √3 ചെയ്യുമ്പോൾ 69.28 മീറ്റർ എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, അതൊരു ഇച്ചിരി ക്വസ്റ്റ്യൻ വലുതാണ്. 2 പാർട്ടായിട്ട് വരുന്നുണ്ട്. എ ഗാർഡ് observes an enemy boat. A guard observes an enemy boat. A guard observes an enemy boat. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be at an angle of depression. Of 29 degree. To be at an angle of depression of 29 degree. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be at an angle of depression of 29 degree. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be at an angle of depression of 29 degree. First part, calculate to the nearest meter the distance of the boat. Calculate to the nearest meter the distance of the boat. The distance of the boat from the foot of the observation tower. The distance of the boat from the foot of the observation tower. Calculate to the nearest meter the distance of the boat from the foot of the observation tower. Calculate to the nearest meter the distance of the boat from the foot of the observation tower. Second part, after some time
After some time, it is observed that the boat is 200 meter from the foot of the observation tower. 200 meter from the foot of the observation tower. After some time, it is observed that the boat is 200 meter from the foot of the observation tower. Calculate the new angle of depression. Calculate the new angle of depression. Calculate the new angle of depression. അപ്പോൾ മൊത്തം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചാൽ A guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be at an angle of depression of 29 degree. First part, calculate to the nearest meter the distance of the boat from the foot of the observation tower. Second part, after some time, it is observed that the boat is 200 meter from the foot of the observation tower. Calculate the new angle of depression. സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ നോക്കണ്ട, നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. അപ്പം ഒരു എനിമി ബോട്ടാണ് കാണുന്നത് അല്ലേ. ഗാർഡ് 180 മീറ്റർ എബവ് സീ ലെവൽ. നമ്മൾ സീ ലെവൽ ഇതെടുക്കുക. സീ ലെവൽ നമ്മൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ 180 മീറ്റർ എബവ് സീ ലെവലിലുള്ള ഒരു ഒബ്സർവേഷൻ ടവറിന് ഇവിടെ നിന്നാണ് ഗാർഡ് നോക്കുന്നത്. ഇവിടെ നിന്ന് ഗാർഡ് നോക്കുമ്പം ഇവിടെ ഒരു എനിമി ബോട്ട് കാണുന്നു അല്ലേ. ഇവിടെ ഒരു എനിമി ബോട്ട് കാണുന്നു. ഇതാണ് ബോട്ടിൻ്റെ പൊസിഷൻ. സി ആണ് നമ്മൾ ബോട്ടിൻ്റെ പൊസിഷനായിട്ട് എടുക്കുന്നതെങ്കിൽ എ ബി ടവർ ഒബ്സർവേഷൻ ടവർ, സി എനിമി ബോട്ടിൻ്റെ പൊസിഷൻ. A guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be an angle of depression of 29 degree. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 29 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 29 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഈ ഒരു ആംഗിളും 29 ഡിഗ്രി എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫിഗർ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എ ബി സി ബോട്ടിൻ്റെ പൊസിഷന് ഇത് 180, ഈ ആംഗിൾ 29 ആകുമ്പോൾ നമുക്ക് ഈ ആംഗിളും 29 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ, ഫിഗർ ക്ലിയർ ആണല്ലോ. ഒബ്സർവേഷൻ ടവർ, ഇതിന് ടോപ്പിൽ നിന്ന് ഒരാൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു ബോട്ട് ഇവിടെ കണ്ടു. ആ ബോട്ടിൻ്റെ ബോട്ടും ഫൂട്ട് ഓഫ് ദി ഒബ്സർവേഷൻ ടവർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ബോട്ട് ഇത് ബോട്ടിൻ്റെ പൊസിഷൻ. ഈ ബോട്ടും ഫൂട്ട് ടവറിൻ്റെ ഫൂട്ട് ബോട്ടും ഈ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ബി സി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ 29 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ലെറ്റ് എ ബി ബി ദ ടവർ, ലെറ്റ് എ ബി ബി ദ ഒബ്സർവേഷൻ ടവർ ആൻഡ് സി ബി ദി പൊസിഷൻ ഓഫ് ദ ബോട്ട്. ലെറ്റ് എ ബി ബി ദ ഒബ്സർവേഷൻ ടവർ let AB be the observation tower and BC and C be the position of the boat. Let AB be the observation tower and C be the position of the boat. Position of the boat. Angle ACB is equal to 29 degree. Angle ACB is equal to 29 degree. Angle ACB is equal to 29 degree. Tan 29 is equal to perpendicular by base ആണ്. അപ്പോൾ അത് AB by BC എന്ന് വരും. Tan 29 equal to AB by BC. ഇനി tan 29 ഒന്നെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററെ കാണുക, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ഉണ്ടല്ലോ, ക്ലാർക്സ് ടേബിളിൽ tan 29 വാല്യൂ നോക്കിയാൽ നമുക്ക് 0.5543
എ ബി എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ ബി സി എന്ന് കിട്ടും. tan 29.5543. എ ബി 180, ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore ബി സി ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 0.5543 എന്ന് വരും. ബി സി ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 0.5543 എന്ന് വരും. tan 29 എന്ന് പറയുന്നത് എ ബി ബൈ ബി സി ആണ്. അപ്പം tan 29ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ചെയ്യാം. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഡിഗ്രിയിലിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് ഓർക്കണം. റേഡിയൻസ് ചെയ്ത ആൻസർ കിട്ടത്തില്ല. അപ്പം ഡിഗ്രീസ് വേണം ചെയ്യാനായിട്ട്. 0.5543 കിട്ടും. അല്ല എങ്കിൽ ക്ലാസ് ടേബിളെ tan 29ൻ്റെ വാല്യൂ നോക്കുക. അപ്പം നമുക്ക് 0.5543 കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 180 ബൈ ബി സി. അപ്പം ബി സി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി സി എന്ന് പറയുന്ന 180 ഡിവൈഡ് ബൈ 0.5543 വരും. ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നിയറസ്റ്റ് മീറ്ററിലോട്ട്. അപ്പോൾ നമുക്ക് 325 മീറ്റർ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 325 മീറ്റർ. 180 ഡിവൈഡ് ബൈ 0.5543 ചെയ്യുമ്പം നമുക്ക് 325 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി പൊസിഷൻ ഓഫ് ദ ബോട്ട് 325 അപ്രോക്സിമേറ്റ്ലി ചെയ്യാൻ ഫൂട്ട് ഓഫ് ദി കാൽക്കുലേറ്റ് ടു ദ നിയറസ്റ്റ് മീറ്റർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോട്ട് ഫ്രം ദ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ആണ്. അപ്പം ബി സി 325 മീറ്റർ എന്ന് കിട്ടി. Therefore distance of the boat from the foot of the tower is distance of the boat from the foot of the tower is 325 meter. Distance of the boat from the foot of the tower is 325 meter. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ആഫ്റ്റർ സം ടൈം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഹൈറ്റിന് വ്യത്യാസമൊന്നുമില്ല. ഇത് 180 മീറ്റർ തന്നെ, ഇത് 180 നമ്മുടെ ടവർ. After some time, it is observed that the boat is 200 meter from the foot of the observation tower. അപ്പോൾ ഇപ്പം ബോട്ടിൽ എവിടെയാണ്? ഈ ഡിസ്റ്റൻസ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് 325 മീറ്റർ ആയിരുന്നു. രണ്ടാമത് വേറൊരു ഫിഗർ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ മറ്റേ ഫിഗറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് വരയ്ക്കണം. അതിലും പേര് നമ്മൾ വേറൊരു ഫിഗർ വരയ്ക്കുന്നതായിരിക്കും. ഇപ്പം ഇത് 200 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 180. ഹൈറ്റിന് വ്യത്യാസമൊന്നുമില്ല. After some time, it is observed that the boat is 200 meter from the foot of the observation tower. Calculate the new angle of depression. അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒരേ ഫിഗറിൽ തന്നെ വരയ്ക്കാം. രണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരേ ഫിഗറിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക. പുതിയ പൊസിഷൻ ഡി ആയിട്ട് എടുക്കുക. ഇത് സി, ഇത് ബി. ഇവിടെ 29 ഡിഗ്രി ആയിരുന്നു. ഈ ആംഗിൾ തീറ്റ എന്ന് എടുക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 200 ആണ് തന്നിട്ടുണ്ട്. അപ്പം ഫിഗർ വരച്ചിട്ട് ലെറ്റ് ഡി ബി ദി ന്യൂ പൊസിഷൻ ഓഫ് ദ ബോട്ട്. ലെറ്റ് ഡി ബി ദ ന്യൂ പൊസിഷൻ ഓഫ് ദി ബോട്ട്. ലെറ്റ് ഡി ബി ദി ന്യൂ പൊസിഷൻ ഓഫ് ദി ബോട്ട് ആൻഡ് തീറ്റ ബി ദി ന്യൂ ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ സെയിം ആണ്. ആൻഡ് theta be the new angle of depression. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എ ബി ഡി. ഇൻ ട്രയാങ്കിൾ എ ബി ഡി tan theta is equal to എ ബി ബൈ ബി ഡി എന്നെടുക്കാമല്ലോ. പുതിയ ട്രയാങ്കിൾ നമ്മുടെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് 200ഉം ടവർ 180 ഡിഗ്രിയുമാണ്. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ tan തീറ്റ എന്ന് പറയുന്നത് എ ബി ബൈ ബി ഡി ആണ്, പെർപെൻഡിക്കുലർ ബൈ ബേസ്, വിച്ച് ഈസ് ഈക്വൽ ടു 180 ബൈ 200. അപ്പോൾ നമുക്ക് 9/10 എന്ന് കിട്ടും. 18/20 ചെയ്യുമ്പോൾ 9/10 അല്ലെങ്കിൽ 0.9 എന്ന് വരും. Therefore theta is equal to tan inverse 0.9 വരും. tan inverse of 0.9. അത് കാൽക്കുലേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ചെയ്യുമ്പം 41 ഡിഗ്രി 51 മിനിറ്റ്സ് എന്ന് കിട്ടും. 41 ഡിഗ്രി 59
41 ഡിഗ്രി 59 മിനിറ്റ്സ് കിട്ടും. 41 ഡിഗ്രി 59 മിനിറ്റ് കിട്ടും.